ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनीं व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यकोपनिषत् मधुकाण्डं प्रथमोऽध्यायं प्रथमब्राह्मणम्। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यो नमः परमऋषिभ्यः। യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒന്നും രണ്ടും മന്ത്രങ്ങൾ ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം ഉഷാവാശ്വസ്യ മേധ്യസ്യ ശിരഃ സൂര്യാചക്ഷുർവാതഃ പ്രാണോ വ്യാത്തമഗ്നിർവൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധ്യസ്യ ദ്യൗഃ പൃഷ്ഠമന്തരീക്ഷമുദരം പൃഥിവീപാജസ്യം ദിശഃ പാർശ്വേ അവാന്തരദിശഃ പർഷവ ഋതവോऽङ्गानि മാസാച്ച അർദ്ധമാസാച്ച പർവണ്യഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണ്യസ്തീനി നഭോ മാംസാനി ഉവദ്യം സികതാഃ സിന്ധവോ ഗുധാ യകൃച്ഛ ക്ലോമാനച്ച പർവത ഓഷധയച്ച വനസ്പതയച്ച ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോചൻ ജഘനാർദ്ധോ യദ്വിജൃംഭദേ തദ്വിദ്യോദദേ യദ്വിധൂനദേ തത്സ്നനയതി യന്മേഹതി തദ്വർഷതി വാഗോ വാസ്യ വാക്ക്. ദ്വിതീയ മന്ത്രം. അഹർവാ അശ്വം പുരസ്താദ് മഹിമാ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനിഃ രാത്രിഃ ഏനം പശ്ചാദ് മഹിമാ അന്വജായത തസ്യാപരേ സമുദ്രേ യോനിഃ ഏതൗ വാ അശ്വം महिमानौ अभिदः एदौ वा अश्वं महिमानौ अभिदः सम्बभूवतुः हयो भूत्वा देवान् अवहद् वाजी गन्धर्वान् अर्वासुरान् अश्वो मनुष्यान् समुद्रे एवास्य बन्धुः समुद्रो योनिः.
യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലം. അതിൽ ബൃഹദാരണ്യ ഉപനിഷത്ത് വിദ്യാർത്ഥികളായി നമ്മൾ ഇരിക്കുകയാണ്. നമ്മളോട് ചിത്തശുദ്ധി, ബ്രഹ്മവിദ്യാ അധികാരപ്രാപ്തി, മനോവിശാലത ഇത്യാദി നിഷ്കാമ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഉപാസന ചെയ്യുവാൻ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ആ ഉപാസനയാണ് അശ്വബ്രാഹ്മണം എന്ന പേരിൽ പ്രഥമ ബ്രാഹ്മണത്തിൽ നമ്മൾ കാണുന്നത്. ഇതിന് മറ്റൊരു പേരുമുണ്ട്, വെഷ്ടി സമഷ്ടി ഉപാസന. അതായത് വെഷ്ടിയായ ഒന്നിൽ ഈശ്വരൻ്റെ വിഭൂതികളെ, ഭഗവത് സൃഷ്ടിയെ കണ്ടുകൊണ്ട് മനസ്സിനെ വിശാലമാക്കുകയാണെങ്കിൽ ആ ഉപാസനയുടെ ഫലമായി സമഷ്ടിയായി എല്ലാത്തിലും, സമഷ്ടി എന്ന് വെച്ചാൽ എല്ലാം, സർവറ്റിലും ഈശ്വര ദർശനം ഈ ഉപാസനയോടെ ലഭ്യമാകും, അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി അശ്വബ്രാഹ്മണം ആരംഭിച്ചത്. അതിൽ ഒന്നാമത്തെ മന്ത്രം നമ്മൾ 2-3 ദിവസം എടുത്ത് അതൊന്ന് വാക്കുകൾ പരിചയപ്പെടാനായിട്ട്. കാരണം എല്ലാം പുതിയ പദങ്ങളാണ്. ആ അശ്വത്തിൻ്റെ ഓരോ അംഗങ്ങളും ഓരോന്നായി കാണാനായിട്ട് അല്ലേ. നമ്മൾ അശ്വത്തിൻ്റെ ശിരസ് മുതൽ കുളമ്പ് വരെയുള്ള സർവവും പറഞ്ഞു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി അങ്കാനി എന്ന വാക്കുകൊണ്ട് എന്താ പറയുക, അതിനെയൊക്കെ പാച്ചപ്പ് ചെയ്ത് എടുത്ത്. ഇപ്പം ഇന്നലെ 1-2 പേര് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയും, സന്തോഷമായി അത് കേട്ടപ്പോഴും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ അംഗങ്ങളിലും ഒന്നും ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അത് തുറന്നു പറയാനുള്ള മനസ്സുണ്ടായല്ല, അത് തന്നെ വലിയ കാര്യം. നമുക്കാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഏതെങ്കിലും 1-2 ഇന്ദ്രിയങ്ങളെങ്കിലും അല്ലേ, ഇപ്പം അശ്വത്തിൻ്റെ പുറകെ കാണുമ്പോൾ, അല്ലെ വാരിയല് കാണുമ്പോൾ, അല്ലേ, ഓരോന്നിനെയും ചിന്തിക്കാനായിട്ട്, ഭഗവത് സൃഷ്ടിയിലെ വൈഭവങ്ങളെ ചിന്തിക്കാനായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ, ചക്ഷുവോ ശ്രോത്രവോ അല്ലേ, നാവോ വാക്കോ ഏതെങ്കിലും, അല്ലെങ്കിൽ ചക്ഷുവിനെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇത് നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട് അല്ലേ. എനിക്ക് കാണാൻ സാധിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, നടക്കാൻ സാധിക്കുന്നത് അല്ലേ. ഓരോ ഇന്ദ്രിയങ്ങളും അവയുടെ ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയത്തിന് അടിസ്ഥാന ദേവത ആ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ഭാവം ഇവിടെയും യാജ്ഞവൽക്യ മഹർഷി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രഥമ മന്ത്രം കണ്ടു. അതിൽ സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ദ്വിതീയ മന്ത്രം പകുതി വരെ നമ്മളെത്തി. അശ്വസ്യ പുരസ്താദ്, ആ അശ്വമേധ യാഗം നടക്കുന്ന യാഗഭൂമി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം അല്ലേ. അതിൽ മുൻഭാഗത്തായിട്ട് യാഗം നടക്കുക എന്ന് പറയുന്ന വളരെ ദൈർഘ്യമേറിയ ഒരു ചടങ്ങുകളാണ്, അനുഷ്ഠാനമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് അശ്വം. അതിന് പ്രഥമ പ്രധാനം അശ്വഹ, ദ്വിതീയ പ്രധാനം എന്താണ്, മഹിമാനം. മഹിമാനം എന്ന് വെച്ചാൽ ഹോമകുണ്ഡം. ആ മഹിമാക്കളെ കുറിച്ചാണ് പറയുന്നത് 2ാമത്തെ മന്ത്രത്തിൽ അല്ലേ. അപ്പോൾ ആ ഇന്നലെ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ ചിന്ത. അശ്വത്തിൻ്റെ മുന്നിൽ ഒരു മഹിമാവ്. ആ ഹോമകുണ്ഡം എപ്പോഴായിരിക്കണം തെളിയിക്കേണ്ടത്? അഹർവ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യ ഉദിക്കുന്ന ആ പകലാകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തായിരിക്കണം. അപ്പം എന്താണ്, സൂര്യദേവതയാണ് ആ സമയത്ത് സുപ്രധാനമായി ആ മഹിമാവ് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ ആയിരക്കണക്കിന് സ്റ്റെപ്പുണ്ട് അശ്വമേധ യാഗത്തിന്. അതായത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യാഗം ആയിക്കോട്ടെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പലതെങ്കിലും കണ്ടിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനമായത് ദൃഷ്ടാന്ത രൂപത്തിൽ പറയുകയാണ് മഹിമാനം. അപ്പം നമ്മളത് കണ്ടു. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കണം? പൂർവഭാഗത്തായിരിക്കണം അശ്വത്തിൻ്റെ പൃഷ്ഠഭാഗം. അതായത് അശ്വത്തിൻ്റെ കുതിരയുടെ പുറകുവശത്ത് എന്തായിരിക്കണം? കിഴക്ക് സമുദ്രമായിരിക്കണം. അതിനുശേഷം നമ്മൾ കണ്ടു, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, ഇന്നലെ നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ്. അശ്വസ്യ പശ്ചാത്, അശ്വത്തിൻ്റെ പിൻഭാഗത്ത്
അടുത്ത ഹോമകുണ്ടം അത് രാത്രിയിലായിരിക്കണം ആ ഹോമം നടത്തേണ്ടത്. രാത്രിയിൽ നടത്തിയിട്ട് കാര്യമില്ല, ചന്ദ്രദേവത പൂർണ്ണചന്ദ്രനായിരിക്കണം, അല്ലേ? ചന്ദ്രദേവതയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാലത്തിന് വളരെ പ്രാധാന്യമാണ് സനാതനധർമ്മത്തിൽ, അല്ലേ? കാലം എന്ന് വെച്ചാൽ സമയം, അല്ലേ? മുഹൂർത്തം. ഓരോ നാഴികയ്ക്കും വിനാഴികയ്ക്കും, അല്ലേ, ഓരോ നിമിഷത്തിനും പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് ഘടനകൾ മാറും. അപ്പം അതുകൊണ്ട് ഇവിടെ കാലതത്വം, പരമാത്മാവ്, ഇതൊക്കെ അനുകൂലമായി വന്നാൽ മാത്രമേ ഇത്രയും കഷ്ടപ്പെട്ട് അശ്വമേധയാഗം നടത്തിയാൽ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പം നമ്മളോട് പറയുകയാണ്, അതിലേക്ക് യാഗമെന്ന മഹാപ്രക്രിയയിലേക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾ അതിൻ്റെ ദുർഘടങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഇതല്ല, ഏത് യാഗമാണെങ്കിലും സകാമമായുള്ള ഏത് പ്രവൃത്തിയാണെങ്കിലും അവിടെ വരെ നമ്മൾ കണ്ടിരുന്നു. അശ്വസ്യ പശ്ചാത് അവിടെ എന്തായിരിക്കണം? അപരേ സമുദ്രമായിരിക്കണം. ഇനി അടുത്തതിലേക്ക് പോകാം. ഏതോ വാ അശ്വം മഹിമാനൗ. മഹിമാനൗ എന്ന് വെച്ചാൽ ദ്വിവചനം, മഹിമാക്കൾ. മഹിമാക്കൾ ഏതാണ്? അശ്വത്തിൻ്റെ മുന്നിലുള്ള സൂര്യൻ ഉദിക്കുമ്പം ചെയ്യുന്ന ഹോമകുണ്ടം, പിന്നെ സൂര്യാസ്തമനത്തിന് ശേഷം ചന്ദ്രദേവതയോടുകൂടെ സാന്നിധ്യം കൊണ്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഹോമകുണ്ടം. അത് രണ്ട് മഹിമാനവും രണ്ടിനെയും പറയുകയാണ് ദ്വിവചനം ഉപയോഗിച്ച്. ദ്വിവചനം അറിയാമല്ലോ, അതൊക്കെ വ്യാകരണം കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം അതൊക്കെ അറിയാം. ഏതവും ദ്വിവചനമാണ്, രണ്ടെണ്ണം. ഇവ രണ്ടും, ഏത് രണ്ടും? സൂര്യദേവതയുടെ സാന്നിധ്യം കൊണ്ട് ചെയ്യുന്ന ഹോമാഗ്നിയും ചന്ദ്രദേവതയുടെ സാന്നിധ്യം കൊണ്ട് ചെയ്യുന്ന ഹോമാഗ്നിയും, അത് രണ്ടും. ഇവ രണ്ടും എന്താണ്? ഏതോ വാ അശ്വം മഹിമാനോ അഭിതഃ സംഭഭൂവതുഹു. സംഭഭൂവതു എന്ന് വെച്ചാൽ സാധാരണ സംഭഭൂവതു എന്ന വാക്കിൻ്റെ സാമാന്യ അർത്ഥം ഉത്ഭവിച്ചു എന്നാണ്. ഇവിടുത്തെ അർത്ഥം സ്ഥിതി ചെയ്യുക എന്നാണ്, അല്ലേ? ഉത്പത്തിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്ഥിതിയാണ്. അതായത് ഈ രണ്ട് ഹോമം ചെയ്യുമ്പോഴും അശ്വത്തിൻ്റെ മുൻഭാഗത്ത് സൂര്യദേവതയ്ക്ക് അർപ്പിക്കാനുള്ള ഹോമാഗ്നി ഉണ്ടായിരിക്കണം, സ്ഥിതി ചെയ്യ വേണം. വൈകുന്നേരം ചന്ദ്രദേവതയുടെ സാന്നിധ്യത്തോടു കൂടി ചെയ്യുമ്പോൾ ചന്ദ്രദേവതയ്ക്ക് അർപ്പിക്കുവാനായിട്ടുള്ള ഹവിസുക്കൾ സ്വീകരിക്കുവാനുള്ള ഹോമാഗ്നി കുതിരയുടെ പിൻവശത്ത് സ്ഥിതി ചെയ്യ വേണം. അതാണ് സംഭഭൂവതുഹു. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. ഇനി ഈ മന്ത്രത്തിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ്ങിലേക്ക് പോകണമെങ്കിൽ വേണ്ട, ഈ ഒരു സന്ദർഭം മനസ്സിൽ ഭാവന ചെയ്താൽ മാത്രം മതി. ഏത്? ആ അശ്വമേധയാഗം. അതെ, ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജി ഗന്ധർവാൻ അർവ അസുരാൻ അശ്വോ മനുഷ്യാൻ. അവിടെ വരെ നോക്കാം. അതായത് ഹയോ എന്നത് എഴുതിക്കോളൂ. ഹയോ എന്ന വാക്കിൻ്റെ അർത്ഥം, ഹയോ ഇന്ന് സംസ്കൃതം പറയാം, ആദ്യം വേണ്ടവർ എഴുതുക. ഹയോ എന്നാൽ ഹയോ ദേവാൻ അവഹത്. മലയാളം പറയാം, വേണ്ടവർ മാത്രം എഴുതുക. ഹയോ എന്ന വാക്കിൻ്റെ വ്യന്യാർത്ഥം, അതായത് അതിൻ്റെ ഡെഫിനിഷൻ, ഹയോ എന്ന വാക്കിൻ്റെ പരിഭാഷ എന്താണ്? ഹയോ ദേവാൻ അവഹത്. ഇനി മലയാളത്തിൽ പറയാം. ഹയോ എന്ന വാക്കിന് ദേവതകളെ പ്രതിനിധീകരിക്കുന്ന അശ്വത്തിൻ്റെ പേരാണ് ഹയോ, അല്ലെങ്കിൽ ഹയഹ എന്നും പറയാം കേട്ടോ. ഹയഹ എന്നാണ് ശരിക്കുള്ള വാക്ക്. ഹയോ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത പദവുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള സന്ധി പിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഹയഹ എന്നാൽ ഹയഗ്രീവൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ഹയ എന്ന വാക്ക് ദേവതകളെ പ്രതിനിധീകരിക്കുന്ന അശ്വത്തിൻ്റെ പേര്.
അതായത് അശ്വമേധ യാഗം നടത്തുമ്പോൾ ഹയം എന്ന അശ്വത്തിനെയാണ് അശ്വമേധ യാഗാഗ്നിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് ദേവതകളെയാണ് ആ അശ്വം പ്രതിനിധീകരിക്കുന്നത്. പ്രതിനിധീകരിക്കുക എന്ന് വെച്ചാൽ അറിയാമല്ലോ, അല്ലേ, റെപ്രസെൻ്റ് ചെയ്യുക, അല്ലേ? ശ്രദ്ധിക്കണേ. അതായത് യാജ്ഞവൽക്യ മഹർഷി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഹോമകുണ്ഡത്തിൻ്റെ നടുക്ക് ഒരു അശ്വം ഉണ്ടല്ലോ, ആ അശ്വം ആരാണോ അശ്വമേധ യാഗം നടത്തുന്ന പ്രജാപതി അല്ലെങ്കിൽ ചക്രവർത്തി, അദ്ദേഹം ഹയം എന്ന അശ്വത്തിനെയാണ് അവിടെ കെട്ടിയിരിക്കുന്നെങ്കിൽ ആ അശ്വം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ദേവതകളെ. അതായത് നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നെയ്യ് ഒഴിച്ചോളൂ, വെണ്ണ ഒഴിച്ചോളൂ, അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളൊക്കെ ഹോമാഗ്നിയിൽ ഇട്ടോളൂ, അതൊക്കെ അശ്വം സ്വീകരിച്ചിട്ട് ആർക്കാ കൊണ്ട് കൊടുക്കുന്ന? ദേവതകൾ. അപ്പോൾ ദേവതാ പ്രീത്യർത്ഥം അശ്വമേധയാഗം ചെയ്യുകയാണെങ്കിൽ ഹയം എന്ന പേരായ അശ്വത്തിന്. അപ്പം നമ്മൾ നായ്ക്കളൊക്കെ പലതരമില്ലേ, അല്ലെ? പോമറേനിയനുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ ഓരോ പേരില്ലേ, അല്ല അങ്ങനെയില്ലേ? നിങ്ങൾക്ക് അറിയരുത്. അതുപോലെ തന്നെ ഈ അശ്വത്തിന് പല വെറൈറ്റി ഉണ്ട്. അതാണ് ഹയം എന്ന എന്താ പറയുക കൂട്ടത്തിൽപ്പെട്ട അശ്വമാണെങ്കിൽ ആ അശ്വം ദേവതകൾക്കാണ് നമ്മൾ കൊടുക്കുന്ന ഹവിസുക്കൾ കൊണ്ട് നൽകുന്നത്. അതാണ് ഹയോ ദേവാൻ അവഹത് എന്ന് പറയുന്നത്. അതായത് ദേവതകളെ അവഹത് എന്ന് വെച്ചാൽ പ്രതിനിധീകരിക്കുക, ദേവതകളെ പ്രതിനിധീകരിക്കുന്ന അശ്വത്തിൻ്റെ പേരാണ് ഹയം എന്നത്. അടുത്ത എന്താ? അത് ഒന്നാമത്തെ അശ്വം. ഇനി രണ്ടാമത്തെ വെറൈറ്റി പറയുക, അല്ലെ കാറ്റഗറി പറയുകയാണ്. രണ്ടാമത്തെ എന്താണ്? ഭൂത്വാ. ഭൂത്വാ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ഗന്ധർവാൻ അവഹത്. അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഗന്ധർവാൻ അവഹത്. അപ്പം എന്തായിരിക്കും? ഇപ്പോൾ രണ്ട് ഹോമകുണ്ഡത്തിൻ്റെ നടുക്ക് ഭൂത്വ എന്ന അശ്വത്തിനെയാണ് കെട്ടിയിരിക്കുന്നെങ്കിൽ എന്താണ് ആ അശ്വം പ്രതിനിധീകരിക്കുന്നത്? ഗന്ധർവാൻ. ഗന്ധർവാൻ ബഹുവചനം, ഗന്ധർവന്മാരെ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഹവിസുക്കളൊക്കെ ഈ ഭൂത്വ എന്ന അശ്വം സ്വീകരിച്ചിട്ട് ആർക്ക് കൊണ്ട് കൊടുക്കും? ഗന്ധർവന്മാർക്ക്. ഇതൊന്നും നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നടക്കുന്നതാണ്, അല്ലേ? അപ്പം ഭൂത്വ എന്ന അശ്വമാണ് അശ്വമേധയാഗത്തിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ അശ്വം ആരുടെ പ്രതിനിധിയാണ്? ഗന്ധർവന്മാരുടെ പ്രതിനിധി. രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ എന്താണ്? അർവാ. അർവാൻ എന്ന് വെച്ചാൽ അസുരാൻ അവഹത്. അസുരന്മാരുടെ അവഹത് പ്രതിനിധിയാകുന്നു. അസുരന്മാർക്ക് ശക്തിയുണ്ട്. ഇപ്പം അസുരന്മാരാണ് അശ്വമേധയാഗം നടത്തുന്നതെങ്കിൽ അവർ ഈ ഹയം എന്ന അശ്വത്തിനെ ഒന്നും കൊണ്ട് കേട്ടില്ല. അവർക്ക് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളെ ഇഷ്ടപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ആ അശ്വത്തിനെയെ കൊണ്ട് കെട്ടുകയുള്ളൂ. അപ്പം അവരാണ് യാഗം നടത്തുന്നതെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അസുരാൻ അവഹത്. അതായത് അർവ എന്ന പേരായ കുതിരയെ ആയിരിക്കും അശ്വമേധയാഗത്തിൽ ഉപയോഗിക്കുന്നത്. ആ കുതിര എന്ത് ചെയ്യും? അർപ്പിക്കുന്ന ഹവിസുക്കളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അസുര ലോകത്ത് അസുരന്മാർക്ക് ഈ ഹവിസുക്കളെ കൊണ്ടുവന്ന് നൽകും. അതാണ് അർവാൻ എന്ന മൂന്നാമത്തെ കാറ്റഗറി. ഇനി നാലാമത്തത് എന്താണ്? നാലാമത്തത് വെറും അശ്വം. നാലാമത്തത് വേണമെങ്കിൽ 1, 2 അങ്ങനെ നമ്പർ ഇട്ട് എഴുതിക്കോളൂ. ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട അശ്വം എന്താണ്? ഹയം. രണ്ടാമത്തത് ഭൂത്വ. നാലാമത്തത് അർവാൻ. മൂന്നാമത്തത് അർവാൻ. നാലാമത്തത് അശ്വം. അശ്വം എന്നത് നമ്മൾ പറയില്ലേ, നാടൻ ഇപ്പോൾ നായ്ക്കളുടെ നമ്മൾ വെറൈറ്റി പറഞ്ഞതുപോലെ തന്നെ നാടൻ നായ്ക്കൾ നമുക്ക് സുപരിചിതമായത്, അതുപോലെ തന്നെ അശ്വം എന്ന് പറയുകയാണ്. അശ്വം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, അശ്വം മനുഷ്യാഹ അവഹത്. മനുഷ്യലോകത്ത്
എനിക്ക് ദേവതകളെയൊന്നും പ്രീതിപ്പെടുത്തണ്ട, എനിക്ക് അശ്വമേധ യാഗം നടത്തിയിട്ട് അസുരന്മാരുടെ ശക്തിയോ ഗന്ധർവന്മാരുടെ ഗുണങ്ങളോ ദേവതകളുടെ ഇരിപ്പിടമോ ഒന്നുമല്ല വേണ്ട. ഇനി എനിക്ക് എന്താണ്, എനിക്ക് അശ്വമേധ യാഗം നടത്തി ഇനിയും ഈ മനുഷ്യലോകത്ത് തന്നെ വീണ്ടും ചക്രവർത്തിയായി ജനിച്ചാൽ മതി. അങ്ങനെയാണ് സങ്കല്പമെങ്കിൽ ആ ചക്രവർത്തി എന്ത് ചെയ്യണം? സാധാരണ ഒരു കുതിരയെ കൊണ്ട് കെട്ടിയിട്ട് അശ്വമേധയാഗം നടത്തണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളവർ വീണ്ടും മനുഷ്യലോകത്ത് തന്നെ മനുഷ്യനായി തന്നെ ചക്രവർത്തിയായി തന്നെ ജന്മമുണ്ടാകും, പുനർജന്മം. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആഗ്രഹമുള്ളൊരു അശ്വമേധയാഗം നടത്തുമ്പോൾ 2 ഹോമകുണ്ടത്തിൻ്റെയും നടുക്ക് ഏത് കുതിരയെ കെട്ടണം? അശ്വം എന്ന പേരായ കുതിരയെ തന്നെ കെട്ടണം. അപ്പം ഇതിനെയൊക്കെ കണ്ടുപിടിക്കണം. ഈ ഹയം എന്ന അശ്വമൊന്നും നമുക്ക് നാട്ടിൽ കിട്ടുമൊന്നുമില്ല, അത് ദേവതകളുടെ അടുത്താണ്. അവിടെ പോയി അവരെ പ്രീതിപ്പെടുത്തി ആ അശ്വത്തിനെ ഭൂലോകത്ത് കൊണ്ടുവന്നിട്ട് വേണം അശ്വമേധയാഗം നടത്താൻ. അതുപോലെ അർവാൻ എന്ന കുതിര അസുരന്മാരുടെ ലോകത്താണ്, അവരെ പ്രീതിപ്പെടുത്തണം. ഇത് എളുപ്പമല്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രതിസന്ധികൾ യാജ്ഞവൽക്യ മഹർഷി ഈ പേരുകൊണ്ട് മാത്രം ചുരുക്കി പറയുകയാണ്. എന്തിനു പറയണം? നമുക്കറിയാം, നാം നിഷ്കാമമായ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഈ ദുർഘടങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജി ഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യൻ, അല്ലേ? അവിടെ വരെ നമ്മൾ കണ്ടു, അശ്വോ മനുഷ്യാൻ വരെ. അതായത് മനുഷ്യലോകത്ത് വീണ്ടും ജന്മം എടുക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട അശ്വമേധയാഗത്തിൽ അശ്വം എന്ന കുതിരയെ ഉപയോഗിക്കുക വേണം. അവിടെ വരെ കണ്ടു. ഇനി അടുത്ത വാക്കിലേക്ക് പോകാം. സമുദ്ര ഏവാസ്യ ബന്ധുഹു സമുദ്രോ യോനിഹി. അവിടെ സമുദ്രം എന്ന വാക്ക് അത് എഴുതിക്കോളൂ. ഇവിടെ സമുദ്രം എന്ന വാക്കുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഈ കടലിനെയല്ല. ഇവിടെ അദ്ദേഹം എഴുതിക്കോളൂ, ജഗത് കാരണ ഈശ്വര. അതിനെയാണ് ഇവിടെ സമുദ്രം എന്ന വാക്കുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. എന്താണ് സമുദ്രം? റെഫറിങ് ജഗത് കാരണ ഈശ്വര. ജഗത്തിന്, ജഗത്തെന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മാണ്ടം മുഴുവൻ, 14 ലോകവും, അതിന് കാരണമായ ഈശ്വരൻ. ആ ഏവാസ്യ എന്ന് വെച്ചാൽ ഈ ഈശ്വരനാകുന്നു. ഈ ജഗത്തിന് കാരണനായ ഈശ്വരനാണ് ബന്ധുഹു. അതായത് ഈ അശ്വത്തിൻ്റെ ബന്ധു എന്ന്. അതായത് ഇവിടെ ബന്ധു എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന റിലേഷൻ എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ബന്ധു എന്ന് വെച്ചാൽ സൃഷ്ടി സ്ഥിതി ലയകർത്ത എന്നാണ് ബന്ധു എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? സൃഷ്ടി സ്ഥിതി ലയകർത്ത. വാക്കിൻ്റെ അർത്ഥം എഴുതുക, എന്നിട്ട് സിമ്പിളായിട്ട് പറയാം. ഓരോ വാക്കിൻ്റെ അർത്ഥം എഴുതിയിട്ട് നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകാം. സമുദ്ര ഏവാസ്യ ബന്ധുഹു എന്ന് വെച്ചാൽ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച അതേ ഈശ്വരൻ തന്നെയാണ് ഈ അശ്വത്തിനും ബന്ധുവായിരിക്കുന്നത്. അശ്വത്തിൻ്റെ സൃഷ്ടിക്കും അശ്വത്തിൻ്റെ സ്ഥിതിക്കും അശ്വത്തിൻ്റെ നാശത്തിനും കാരണമായിരിക്കുന്നത്. സമുദ്രോ യോനിക്ക്. അതായത് വീണ്ടും പറയുകയാണ്, സമുദ്രം എന്ന് വെച്ചാലും ഇവിടെ എന്താണ്? ഈശ്വരൻ. സമുദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം ജഗത് കാരണ ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് യോനിഹി, സർവത്തിൻ്റെയും. യോനിഹി എന്ന് വെച്ചാൽ ഇവിടെ ഉൽപ്പത്തി സ്ഥാനം. വാക്കുകൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി സിമ്പിളായിട്ട് പറയാം. സമുദ്ര ഏവാസ്യ ബന്ധുഹു സമുദ്രോ യോനിഹി എന്ന് വെച്ചാൽ നമ്മളോട് ഈ ഉപാസനയെക്കുറിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഇന്ന ലോകപ്രാപ്തിയാണെങ്കിൽ ഇന്ന
അശ്വത്തെ ഉപയോഗിച്ചുകൊണ്ട് അശ്വമേധയാഗം നടത്തു. അതിനുശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഏത് അശ്വമായിക്കോട്ടെ, ഹയം എന്ന അശ്വമായിക്കോട്ടെ, ഭൂത്വ എന്ന പേരായ അശ്വമായിക്കോട്ടെ, അർവ എന്ന പേരായ അശ്വമായിക്കോട്ടെ, അല്ലെങ്കിൽ അശ്വം ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ബന്ധു, അതിനെയൊക്കെ സൃഷ്ടിച്ചത്, അതിനെയൊക്കെ പരിപാലിക്കുന്നത്, അതിനെയൊക്കെ ലയിപ്പിക്കുന്നത് പരമാത്മാവാകുന്നു, ഈശ്വരനാകുന്നു. എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണം ഈശ്വരനാകുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ മന്ത്രം നമ്മൾ ഒന്നാം ബ്രാഹ്മണം കഴിയുകയാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? യാജ്ഞവൽക്യ മഹർഷി അശ്വബ്രാഹ്മണം എന്ന് പേരിട്ടുകൊണ്ട് അശ്വത്തിന് ഉദാഹരണമായി അശ്വത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഭഗവാന്റെ സൃഷ്ടിയെ ധ്യാനിക്കൂ, ഉപാസിക്കൂ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി ഉപാസിക്കാൻ? അറ്റ്ലീസ്റ്റ് എനിക്ക് ആ കുതിരയെ കാണുമ്പോഴെങ്കിലും ഭഗവത് വിഭൂതി ഓർത്തുകൊണ്ട് എൻ്റെ മനസ്സിനെ വിശാലമാക്കുവാൻ വേണ്ടി ഈ ഉപാസന പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ മന്ത്രത്തിൽ വിവിധ അംഗങ്ങൾ വിവിധ വിഭൂതികളായി പറഞ്ഞു തന്നു. അതിനുശേഷം രണ്ടാമത്തെ മന്ത്രത്തിലെത്തി. രണ്ടാമത്തെ മന്ത്രത്തിൽ അശ്വമേധയാഗത്തിൻ്റെ ദുർഘടങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ മന്ത്രം. അപ്പോൾ അശ്വമേധയാഗം എങ്ങനെ നടത്തണം, അതിൻ്റെ വലിയ യാഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനങ്ങളായ ചെറിയ സ്റ്റെപ്പുകൾ മാത്രം അദ്ദേഹം ഇവിടെ പരാമർശിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ, ടച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വിസ്താരമേ ഇല്ല. അശ്വമേധയാഗമൊക്കെ വിസ്തരിക്കാൻ നമുക്ക് 100 ദിവസം വേണ്ടി വരും, അത്രയും വലുതാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുവാനും പിന്നെ അതിൻ്റെ നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കുവാൻ വേണ്ടി ആ പ്രധാന ഭാഗങ്ങൾ മാത്രം പറഞ്ഞു തന്നു. അശ്വമേധയാഗം നടത്തുമ്പോൾ ഏത് ലോകത്താണ് പോകേണ്ടത്, ആ ലോകത്ത് എത്തുവാൻ സാധിക്കുന്ന അശ്വത്തിനെ വേണം യാഗാഗ്നിയിൽ ഉപയോഗിക്കേണ്ടത്. അതിനെ വെറുതെ കിട്ടുകയില്ല, ദേവതകളുടെ പ്രസാദം ഉണ്ടായിരിക്കണം. ആദ്യം അശ്വമേധയാഗം നടത്തുന്നതിന് മുമ്പ് അശ്വത്തെ നേടിയെടുക്കാൻ മറ്റു ഹോമയാഗാദി പൂജ ഉപാസനാദി സാധനങ്ങൾ ചെയ്യണം. എങ്കിലും അശ്വത്തിനെ കിട്ടിയാൽ ചക്രവർത്തി ആയിട്ടും കാര്യമില്ല. എനിക്ക് ദേവലോകത്താ പോകണമെങ്കിൽ ഏതാണ് ഹയം എന്ന അശ്വത്തിനെ കിട്ടുവാൻ ഞാൻ വർഷങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ ദേവതകളും നിങ്ങൾക്കറിയാം, പല പുരാണങ്ങളിലും കണ്ടിട്ടുണ്ട്, അവർ അടുക്കുന്ന ടൈപ്പല്ല അല്ലെ. അവരെ പ്രസാദിപ്പിക്കൽ എന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമാണ്. കാരണം എന്താണ്? അവർക്ക് അവരുടെ സ്ഥാനം പോകുമോ എന്നുള്ള ഭയമാണ് അല്ലേ. അപ്പോൾ അവരെ പ്രസാദിപ്പിച്ച് അവരുടെ അടുത്തു നിന്നും ഈ അശ്വത്തിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം അശ്വമേധയാഗം നടത്താൻ. ആ യാഗം നടത്തുക എന്നുള്ളതും വളരെ പ്രയാസകരമാണ്. അതിന് ദിക്കുകൾ പ്രാധാന്യമുണ്ട്, സ്ഥലങ്ങൾ പ്രാധാന്യമുണ്ട്, കാലം പ്രാധാന്യമുണ്ട്, സമയം അല്ലേ, മുഹൂർത്തം പ്രാധാന്യമുണ്ട്, ഇതെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ സകാമമായ ഫലമുണ്ടാകൂ എന്ന് പറഞ്ഞ് അശ്വമേധയാഗത്തിന് വളരെ ചുരുക്കി പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മന്ത്രം അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്തിനു വേണ്ടി ഇത്രയും പറഞ്ഞു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. നിങ്ങൾ ഏത് യാഗം നടത്തിക്കോളൂ, അശ്വമേധയാഗവോ മറ്റ് വാചസ്പതി യാഗവോ ഏത് യാഗവും നടത്തിക്കോളൂ, അതിലെ ഓരോ അണുവും എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാനാണ്. സമുദ്ര ഏവാസ്യ ബന്ധു. ആ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച പരമാത്മാവിൻ്റെ ബന്ധുവാണ് സർവരും. സമുദ്രയോനിഹി, ആ പരമാത്മാവിൽ നിന്നാണ് സർവവും ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അശ്വത്തിനെയൊക്കെ വിട്ട് നമ്മൾ ആരാണോ സൃഷ്ടികർത്താവ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, അതിനെ ഉപാസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വിതീയ മന്ത്രം അവസാനിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതി പ്രഥമ ബ്രാഹ്മണം സമാപ്തം എന്നും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ അതില്ലെങ്കിൽ എഴുതിക്കോളൂ. ഇതി പ്രഥമ ബ്രാഹ്മണം സമാപ്തം.
വിധി പ്രഥമ ബ്രാഹ്മണം സമാപ്തം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത്, ഇനി നമ്മൾ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ സമ്മറി പഠിക്കും. കാരണം ഇനി ഉപാസനകളാണ്. ഇപ്പം ഈ അശ്വമേധ ഉപാസന പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളോട് വളരെ കഠിനമായ ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി പറയുക. നിങ്ങൾ ഉപനിഷത്ത് പഠിച്ചവർക്കറിയാം, ഈ ഗുരുക്കന്മാരിൽ വെച്ചും ഏറ്റവും കർക്കശക്കാരൻ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആൾ യാജ്ഞവൽക്യ മഹർഷിയാണ്. നമ്മുടെ പ്രശ്നോപനിഷത്തിലെ ഗുരുനാഥനോ അല്ലെങ്കിൽ യമധർമ്മരാജാവോ അങ്ങനെയുള്ള പലരും അല്ലേ നമുക്ക് ഗുരുക്കന്മാരായിട്ട് വന്നു. അവരെ പോലെ ഒന്നുമല്ല, ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് അത്രയും കഠിനമാണ് ഉപാസനകൾ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ അശ്വമേധയാഗം പോലും നമ്മളെ കൊണ്ട് നമുക്ക് ജന്മത്തെ കാണാൻ പോലും സാധിക്കില്ല. കാരണം ചക്രവർത്തിമാരില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിലും കഠിനമായതായതുകൊണ്ട് നമ്മൾ ഉപാസനയിലേക്ക് പോകുന്നില്ല. ഉപാസനയുടെ സാരാംശം മാത്രം എന്തുകൊണ്ടാണ് ഈ ഉപാസന യാജ്ഞവൽക്യ മഹർഷി ഈ ബ്രാഹ്മണത്തിൽ പറയുന്നു എന്ന് മാത്രം പറഞ്ഞു പോയിട്ട് പിന്നെ നമുക്ക് ബ്രഹ്മവിദ്യ എത്തുമ്പോഴേക്കും ഓരോ വാക്കുകളായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോകാം. എഴുതിക്കോളൂ. അധ പ്രഥമോധ്യായഃ ദ്വിതീയ ബ്രാഹ്മണം. അധ പ്രഥമോധ്യായഃ ദ്വിതീയ ബ്രാഹ്മണഃ. ദ്വിതീയ ബ്രാഹ്മണഃ. സംസ്കൃതം അറിയാവുന്നവർ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അതിൻ്റെ പേരെഴുതിക്കോളൂ. അഗ്നിബ്രാഹ്മണം. അഗ്നിബ്രാഹ്മണം. മധുകാണ്ഡം 1-ാമത്തെ അധ്യായം 2-ാമത്തെ സെക്ഷൻ അല്ലേ. അതിൻ്റെ പേരെന്താണ്? അഗ്നിബ്രാഹ്മണം. അതിൽ 7 മന്ത്രം, അത് എഴുതിക്കോളൂ. അടുത്ത അഗ്നിബ്രാഹ്മണം കഴിഞ്ഞ് അതിൽ എഴുതിക്കോളൂ. 7 ടോട്ടൽ 7 മന്ത്രങ്ങൾ അല്ലേ. 7 മന്ത്രാസ്. ടോട്ടൽ എത്ര മന്ത്രങ്ങളുണ്ട്? 7 മന്ത്രങ്ങൾ. അതിൽ ഇനി അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. അഗ്നിബ്രാഹ്മണം എന്ന് പേര് വരാൻ കാരണം ഈ അശ്വമേധ യാഗത്തിന് ഉപയോഗിക്കുന്ന അഗ്നിയെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ആലംബനം എന്ന് വെച്ചാൽ അറിയാലോ, സപ്പോർട്ട്. ആ അഗ്നി ഒരിക്കലും കെടാൻ പാടില്ല. ഏത്? അശ്വമേധ യാഗത്തിന് ഉപയോഗിക്കുന്ന ഈ ഹോമാഗ്നി. അത് നമ്മളുടെ ശരീരം ഇഹലോകത്ത് നിന്ന് പോകുന്നവരെ അതുണ്ടായിരിക്കണം. കെട്ടുപോയാൽ പിന്നെ അതിന് പ്രായശ്ചിത്ത ഹോമം ചെയ്യണം. അശ്വമേധ യാഗത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച അഗ്നിയെ ആലംബനമാക്കി വെച്ചുകൊണ്ട് പ്രപഞ്ചം അറിയാലോ, ജഗത്ത് അല്ലെ, ഭൂമി, പൃഥിവി, എന്ത് വേണേലും എഴുതാം. പ്രപഞ്ചത്തിലെ മറ്റ് ഭഗവത് വിഭൂതിയെ ധ്യാനിക്കുക. പ്രപഞ്ചത്തിലെ മറ്റ് ഭഗവത് വിഭൂതി എന്ന് വെച്ചാൽ എന്താ? സൃഷ്ടി അല്ലേ. ഇപ്പം നമ്മൾ കണ്ടു, സമുദ്രം കണ്ടു, നദി കണ്ടു, മലകൾ കണ്ടു, മണൽ കണ്ട്, അങ്ങനെ ഓരോ ഭഗവാന്റെ ഓരോ സൃഷ്ടിയെ കണ്ടില്ല. അത് തന്നെ അതിനെ ധ്യാനിക്കുക. പ്രപഞ്ചത്തിലെ മറ്റ് ഭഗവത് വിഭൂതികളെ ധ്യാനിക്കുക. ഇതാണ് അഗ്നിബ്രാഹ്മണത്തിൻ്റെ സമ്മറി, അല്ലെങ്കിൽ ഈ 7 മന്ത്രങ്ങളുടെ സാരാംശം. എന്താണ്? ഒന്നുകൂടെ പറയാം. അശ്വമേധ യാഗത്തിന് ഉപയോഗിച്ച അഗ്നിയെ
ആലംബനമാക്കി വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ മറ്റ് ഭഗവത് വിഭൂതിയെ അല്ലെ ഈശ്വര വിഭൂതിയെ ധ്യാനിക്കുക. എഴുതിയപ്പോൾ കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ വിസ്താരം പറയാം. നമ്മൾ അശ്വമേധയാഗം നടത്തി കഴിഞ്ഞവർക്കേ ഈ രണ്ടാമത്തെ ഈ അഗ്നി ഉണ്ടാവുകയുള്ളൂ അവരുടെ കയ്യിൽ. നമ്മുടെ ആരുടെയും കയ്യിൽ ഈ അഗ്നി ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ അഗ്നി ബ്രാഹ്മണം എങ്ങനെ നടത്തും? അതുകൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, പിന്നീട് വന്നിരിക്കുന്ന ആചാര്യ പരമ്പരയാണ് ഈ ഒരു സിലബസ് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മളും ആ സമ്പ്രദായത്തിൽ തന്നെയാണ് പോകുന്നത്. നമ്മളും ആശ്രമത്തിൽ പഠിച്ചിട്ടില്ലേ. ഇപ്പം ബൃഹദാരണ്യോപനിഷത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കാരണം ഇതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുക. എങ്ങനെയാണ് സാരാംശം? അശ്വമേധയാഗം നടത്തിയല്ലോ, അപ്പോൾ ആ കുതിരയുടെ മുൻഭാഗത്തും ഒരു ഹോമകുണ്ടമുണ്ട്, പുറകു ഭാഗത്തും ഉണ്ട്. അവിടെ നിന്നും അഗ്നിയെ ശേഖരിക്കുക. അഗ്നിദേവതയെ ശേഖരിച്ചിട്ട് അതെന്ത് ചെയ്യണം? നിത്യവും അഗ്നിഹോത്രം ചെയ്യണം. അഗ്നിഹോത്രം എന്നത് നിത്യാനുഷ്ഠാനമാണ്. അത് എങ്ങനെ ചെയ്യണം? ഗായത്രി ഉപദേശത്തിന് അനന്തരം ദ്വിജനായി വീണ്ടും ജനിച്ചുകൊണ്ട് വലിയ വലിയ പ്രക്രിയയാണ് അതൊക്കെ. അങ്ങനെ അത് ചെയ്യണം. അപ്പോൾ ഈ അഗ്നി ആയിരിക്കണം അവരോടൊപ്പം നിത്യനിരന്തരമായിട്ട്. നമ്മൾ എങ്ങനെയാണോ വസ്ത്രം എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത്, അല്ലെ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോൺ എപ്പോഴും നമ്മളോടൊപ്പം നമ്മൾ സൂക്ഷിക്കുന്നത്, അതേപോലെ ഈ അഗ്നിയെ കൊണ്ട് നടക്കണം. ഊണിലും ഉറക്കത്തിലുമൊക്കെ ഈ അഗ്നി, ഏതഗ്നി? ഈ അശ്വമേധയാഗത്തിന് ശേഷം സ്വീകരിക്കുന്ന ഈ അഗ്നി കൊണ്ട് നടക്കണം. എന്നിട്ട് ഈ അഗ്നിയെ കാണുമ്പോൾ എങ്ങനെയാണോ കുതിരയുടെ കണ്ണ് കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വന്നത് അല്ലേ? നമ്മൾ കണ്ടിരുന്നു. ചക്ഷു കാണുമ്പോൾ എന്തായിരുന്നു? സൂര്യനെ ഓർമ്മ വരും. പ്രാണന പ്രക്രിയ ചെയ്യുമ്പോൾ വായുദേവതയെ ഓർമ്മ വരും. അങ്ങനെ എങ്ങനെയാണോ കുതിരയുടെ ഓരോ അംഗങ്ങൾ കാണുമ്പോൾ ഓരോന്ന് ഓർമ്മിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന അഗ്നി ഉണ്ടല്ലോ, അത് കാണുമ്പോഴും ഓരോന്നിനെ ഓർമ്മിക്കുക വേണം. എന്തിനെയൊക്കെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് ഈ 7 മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട്. അപ്പം ഇത്രയും ചുരുക്കി ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെന്ന് വെച്ചാൽ, എവിടെ അഗ്നി കണ്ടോട്ടെ, അശ്വമേധയാഗത്തിലെ അഗ്നിയൊന്നും വേണ്ട. അത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതായിക്കോട്ടെ, ആഹാരം പാചകം ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മെഴുകുതിരി ആയിക്കോട്ടെ, ടോർച്ച് ആയിക്കോട്ടെ, മൊബൈലിൻ്റെ വെട്ടായിക്കോട്ടെ, സൂര്യദേവത ആയിക്കോട്ടെ, ഏത് പ്രകാശമായിക്കോട്ടെ, അത് കാണുമ്പോൾ ഇതിവിടെ ഈശ്വരനെ ഓർക്കുക. ഭഗവാന്റെ പ്രകാശരൂപത്തിൽ ഭഗവാന്റെ രൂപമാണത്. അതാണ് ഇവിടെ പറയുന്നത്. അതിലൂടെ നിഷ്കാമമായി ഓർത്തു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് എല്ലാറ്റിനെയും കാണാൻ സാധിക്കുന്നത് അല്ലേ? വീട്ടിലൊരു മണൽത്തരി കടന്നാൽ അല്ലെങ്കിൽ ഒരു പൊടി കടന്നാൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് മാറാലയൊക്കെ വരില്ലേ വീട്ടിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തട്ടിക്കളയും. എനിക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ചക്ഷു എന്ന ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കാൻ കാരണം പ്രപഞ്ചത്തിൽ പ്രകാശമുള്ളത് കൊണ്ടാണ്. ഭഗവാൻ എങ്ങനെയാണോ വായു രൂപത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ പ്രകാശരൂപത്തിൽ ഭഗവാൻ സർവറ്റിലും വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് കാണാൻ സാധിക്കുന്നത്. ഇത്യാദി ഭാവനകൾ അത് ഉപാസനയാകുന്നു എന്നാണ് ഈ യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ ബ്രാഹ്മണത്തിൽ പറയുന്നു. എങ്ങനെയാണോ ഒന്നാമത്തെ ബ്രാഹ്മണത്തിൽ അശ്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതുകൊണ്ട് അശ്വബ്രാഹ്മണം എന്ന് പേരിട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രാഹ്മണത്തിൽ അഗ്നിക്കാണ് പ്രാധാന്യം, അഗ്നിയെയാണ് ഉപാസിക്കേണ്ടത്, അതുകൊണ്ട് അഗ്നിബ്രാഹ്മണം എന്ന് പേരിട്ടു അല്ലേ? ഒരു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തതും വലിയതാണ്. അത് നമുക്ക് കുറേ ദിവസം എടുക്കും പഠിക്കാൻ. എങ്കിലും അതിൻ്റെ ഒരു ആമുഖം മാത്രം എഴുതിക്കോളൂ. അധ പ്രഥമോധ്യായഃ തൃതീയ ബ്രാഹ്മണം. അധ പ്രഥമോധ്യായഃ തൃതീയ ബ്രാഹ്മണം.
ഇനി അതിൻ്റെ പേരെഴുതിക്കോളൂ. ഉദ്ഗീത ബ്രാഹ്മണം. ഉദ്ഗീത ബ്രാഹ്മണം. ഉദിക്കുക എന്നൊക്കെ നമ്മൾ എഴുതില്ലേ, ഉദിത്ത് എന്നൊക്കെ എഴുതില്ലേ, ആ വാക്കാണ് ഉദ്. ദയാന്ന് എഴുതില്ലേ, ആ ദയാണ് ഉദ്ഗീത. പിന്നെ ഗീത, ഭഗവത്ഗീതയുടെ ഗീത. ഉദ്ഗീത ബ്രാഹ്മണം. ഉദ്ഗീത ബ്രാഹ്മണം. അതിൽ 28 മന്ത്രങ്ങളുണ്ട്. ഉദ്ഗീത ബ്രാഹ്മണത്തിൽ 28 മന്ത്രങ്ങളുണ്ട്. ഇനി ഉദ്ഗീതം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്ന് പിരിയാം. ബാക്കി നമുക്ക് തിങ്കളാഴ്ച പഠിക്കാം. ഉദ്ഗീതം എന്ന വാക്കിൻ്റെ പരിഭാഷ എഴുതിക്കോളൂ. ഷഡ്ഗുണ. ഷഡെന്ന് വെച്ചാൽ എന്താണ്? 6. ഷഡ്ഗുണം എന്ന് വെച്ചാൽ 6 ഗുണങ്ങൾ. ഷഡ്ഗുണ വിശിഷ്ട. ഷഡ്ഗുണ വിശിഷ്ട പ്രാണ ഉപാസന. അതിനെയാണ് ഉദ്ഗീതം എന്ന് പറയുന്നത്. ഷഡ്ഗുണ വിശിഷ്ട പ്രാണനെയാണ് ഉദ്ഗീതം എന്ന് വിളിക്കുന്നത്. ആ ഉപാസനയെ വിളിക്കുന്ന പേരാണ് ഉദ്ഗീത ഉപാസന. ഷഡ്ഗുണ വിശിഷ്ട പ്രാണ ഉപാസന. എളുപ്പത്തിലൊന്ന് ചുരുക്കി പറയാം. പ്രാണന്റെ 6 ഗുണങ്ങളെ ഉപാസിക്കാൻ പറയുകയാണ്. 6 ഗുണങ്ങൾ ഈ 28 മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരും. പ്രാണന്റെ ഓരോ ഗുണങ്ങളെയും എടുത്തിട്ട് എനിക്ക് ഉച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിശ്വാസം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? എൻ്റെ രക്തചംക്രമണം നടക്കുന്നുണ്ട്. ആവശ്യമുള്ളിടത്തൊക്കെ പ്രാണൻ ഓടി 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 രക്തത്തെ ഓരോ സ്ഥലത്ത് എത്തിക്കുകയാണ്, അല്ലേ? എനിക്ക് ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്, അല്ലേ? എന്നെ വേണ്ടാത്തതിനെ പുറന്തള്ളുന്നുണ്ട്. പ്രാണൻ, അപാനൻ, ഉദാനൻ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇവയെ ഓർത്തുകൊണ്ട് ഉപാസിക്കും, അല്ലേ? ഇതിന് പ്രാണ ഉപാസന എന്നും പറയാം. പക്ഷെ ഉദ്ഗീതം എന്നാണ് യാജ്ഞവൽക്യ മഹർഷി ഒരു വെറൈറ്റി പേരിട്ടത്. കാരണം പ്രാണ ഉപാസന വളരെ കോമൺ നെയിമാണ് പോലും. യാജ്ഞവൽക്യ മഹർഷി സ്പെഷ്യലാണ്. അദ്ദേഹം എല്ലാത്തിനും ഒരു നമുക്ക് പ്രാധാന്യം ഇത് കഴിഞ്ഞ് റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അദ്ദേഹം എല്ലാത്തിനും ഒരു പുതുമ കൊണ്ടുവരുന്ന ആളാണ്. അതുകൊണ്ട് ഇതിനെ ഉദ്ഗീതം എന്ന് വിളിക്കുന്നു. അത് എന്തെന്ന് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പം നമ്മൾ പ്രഥമ അധ്യായത്തിൽ 3 ബ്രാഹ്മണങ്ങളാണ്. 1 അശ്വബ്രാഹ്മണം, 2 അഗ്നിബ്രാഹ്മണം, 3 ഉദ്ഗീത ബ്രാഹ്മണം. അശ്വബ്രാഹ്മണം കുതിരയെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ഭഗവത് വിഭൂതിയെ ധ്യാനിക്കും. അഗ്നിബ്രാഹ്മണം അഗ്നിയെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ഭഗവത് വിഭൂതിയെ ധ്യാനിക്കും. ഉദ്ഗീത ബ്രാഹ്മണം പ്രാണനെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ഉപാസിക്കും. അതാണ് പറയുന്നത്. അപ്പം നാളെ മറ്റന്നാൾ അവധിയാണ്. നമുക്ക് തിങ്കളാഴ്ച കാണാം. ഈശാവാസ്യ ഉപനിഷത്ത് തന്നെ പാരായണം ചെയ്യാം. എല്ലാവരും പാരായണം ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് കേനോപനിഷത്ത്, ഈശകേന കടപ്രശ്നം അങ്ങനെയാണല്ലോ. അതിനുശേഷം നമുക്ക് കേനോപനിഷത്ത് തുടങ്ങാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.